കൂട്ടുകാർക്ക് അറിയാം മൊബൈൽ ഫോണിലെ ഈ ഒരു രഹസ്യ ആപ്ലിക്കേഷനെ കുറിച്ച്. ഞാൻ കിരൂസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഇതുപോലുള്ള വീഡിയോകൾ കൂട്ടുകാർക്ക് ദിവസവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇന്നത്തെ ആപ്ലിക്കേഷൻ എന്താണെന്നല്ലേ, ഒരു ക്ലോക്ക്. ആ ക്ലോക്കിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ എല്ലാ രഹസ്യ ഫയലുകളും മറ്റാരും കണ്ടുപിടിക്കാതെ ഹൈഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ കഴിയും. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. കൂട്ടുകാരുടെ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ കാണാൻ കഴിയും. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് എന്ന് കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ടൈം ഷെഡ്യൂൾ കറക്റ്റ് ചെയ്ത് വെക്കണം. ഇവിടെ നമുക്ക് സമയം സെറ്റ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ പാസ്വേഡ് വരിക. അപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം നടുക്കുള്ള ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് കൺഫേം ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഉടൻ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് ഒരു റിക്കവറി ഇമെയിൽ ചോദിക്കും. നിങ്ങളുടെ ഇമെയിൽ ID അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ അഥവാ നമ്മുടെ പാസ്വേഡ് ടൈം മറന്നു പോയിട്ടുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് മുകളിലുള്ള ടിക്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഉടൻ തന്നെ നിങ്ങളോട് ഇതുപോലെ ഒരു അൺഇൻസ്റ്റാൾഡ് പ്രൊട്ടക്ഷൻ എനാബിൾ ചെയ്യണോ ചോദിക്കും. താഴെയുള്ള എനാബിൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ആപ്ലിക്കേഷൻ മാനേജർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ എനാബിൾ ചെയ്ത് കൊടുക്കാം. അഗ്രി കൊടുക്കാം. നമ്മളിവിടെ ആക്ടിവേറ്റ് ചെയ്യട്ടെ ചോദിക്കും. ഡിവൈസ് അഡ്മിൻ ആയിട്ട് ആക്ടിവേറ്റ് കൊടുക്കാം. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ എനാബിൾ പ്രൊട്ടക്ഷൻ ഡിസേബിൾ ചെയ്താൽ മാത്രമാണ് ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കിലോട്ട് വരാം. ഇവിടെ ഒത്തിരി ഓപ്ഷൻസുകൾ കൂട്ടുകാർക്ക് കാണാൻ കഴിയും. വാലറ്റ്, ആപ്പ് ലോക്ക് സെറ്റിംഗ്സ്, ക്യാബിനറ്റ്, ഇത്രയും ഓപ്ഷൻസുകൾ കാണാൻ കഴിയും. വാലറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇവിടെ ഫോട്ടോ, വീഡിയോ, ഡോക്യുമെൻറ്റ്, ഓഡിയോ ഇത്രയും ഡീറ്റെയിൽസുകൾ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫോട്ടോ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആൽബം സെലക്ട് ചെയ്യാം. താഴെയായിട്ട് ആഡ് പിക്ചേഴ്സ് എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ട ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലുള്ള ലോക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഇമേജ് നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് ആഡ് ആയത് കാണാൻ കഴിയും. ഇവിടെ മുകളിൽ ഇനി സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷൻ വേണ്ട ഇതിൽ ചേഞ്ച് ചെയ്യാൻ കഴിയും. നമുക്കിനി പിറകിലോട്ട് വരാം. ഇനി അടുത്തതായിട്ട് ആപ്പ് ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ലോക്ക് ചെയ്യാൻ കഴിയും. അതിനായിട്ട് നമുക്ക് ഈ യൂസേജ് ആക്സസും കൂടി ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇതിൻ്റെ ഒരു ആപ്പ് ലോക്ക് നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. വലിയൊരു ഗുണമൊന്നും ഇല്ല. ഏറ്റവും ബെറ്റർ നമുക്ക് ഫോട്ടോകൾ ഹൈഡ് ചെയ്ത് സൂക്ഷിക്കാൻ തന്നെയാണ്. ഇനി മുകളിലായിട്ടൊരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇത്രയും ഡീറ്റെയിൽസുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമ്മളുടെ മൊബൈൽ ഫോണിൽ ബ്രൗസ് ചെയ്യുന്ന അത്രയും ഡീറ്റെയിൽസുകൾ പുറത്ത് ആർക്ക് സെർച്ച് ചെയ്ത് നോക്കിയാലും നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടില്ല. നമുക്കൊരു പ്രൈവറ്റ് ബ്രൗസറായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്നും അങ്ങോട്ട് ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഒരു ക്ലോക്കിൻ്റെ ഐക്കൺ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം 8:33 കറക്റ്റ് സമയം കാര്യങ്ങളൊക്കെ ഇതിൽ കൂട്ടുകാർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അലാറം വേണമെങ്കിൽ ഇവിടെ കൂട്ടുകാർക്ക് അലാറം സെറ്റ് ചെയ്യാം. നമ്മളുടെ വാലറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ റൗണ്ട് ബോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൂചിയും ഇവിടെ 12ലേക്ക് വന്നത് കാണാൻ കഴിയും. അതിനുശേഷം നമ്മളുടെ ടൈം പാസ്വേഡ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 12:15 സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഡേറ്റ് വന്നത് കാണാൻ കഴിയും. നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഈ റൗണ്ട് ബോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നത് കാണാൻ കഴിയും. ഇനി നമ്മളുടെ വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്ത ഫോട്ടോസ് അതിൽ കാണാൻ കഴിയും. ഇനി ഈ ഫോട്ടോസ് റിട്ടേൺ ഗാലറിയിലോട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു അൺലോക്ക് ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അൺഹൈഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മളെ ഗാലറിയിലോട്ട് തന്നെ ആ ഫോട്ടോ പോകുന്നതാണ്. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ച ഈ ഒരു ആപ്ലിക്കേഷൻ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്. കിരൂസ്.